2002 മഴയുള്ള ഒരു ബാംഗ്ലൂർ ദിനം. വിശ്വവിഖ്യാത വ്യവസായി രത്തൻ ടാറ്റ കാറിൽ പോകുമ്പോൾ തൊട്ടു മുന്നിൽ ഒരു സ്കൂട്ടറിൽ ഒരു കുടുംബം 4 പേരുള്ള ഒരു കുടുംബം ആക്സിഡന്റിൽ പെടുന്നു. തലനാരിഴയ്ക്കാണ് അവർ അന്ന് രക്ഷപ്പെട്ടത്. ഒരേയൊരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ആ കുടുംബം മുഴുവൻ കാറിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോയേനെ. ആ കാഴ്ച ടാറ്റയുടെ മനസ്സിൽ ഒരു വലിയ ചിന്തയുണ്ടാക്കിയെടുത്തു. ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഒരു കാർ നിർമ്മിച്ചെടുക്കുക. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ. ഏതൊരു ബിസിനസ്സുകാരനും കൊതിക്കുന്ന ഒരു വമ്പൻ പബ്ലിസിറ്റിയാണത്. ലോകം മുഴുവൻ അസാധ്യം എന്ന് പറഞ്ഞ ആ ഒരു സ്വപ്നം അദ്ദേഹം പിന്നീട് യാഥാർത്ഥ്യമാക്കി. റിലീസ് ചെയ്ത ആദ്യ 17 ദിവസത്തിനുള്ളിൽ 2 ലക്ഷത്തിലധികം ബുക്കിങ്ങുകൾ നടന്നു. എന്നാൽ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ആ കാർ ഒടുവിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ടാറ്റയ്ക്ക് പറ്റിയ ആ ഒരു ചെറിയ തെറ്റ് എന്തായിരുന്നു എന്നറിയാമോ? ഇന്ത്യക്കാരുടെ ഏത് വികാരത്തെയാണ് ടാറ്റയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? 1 ലക്ഷം രൂപയുടെ ഈ സ്വപ്ന വാഹനം തകർന്നടിയാൻ ബംഗാളിലെ രാഷ്ട്രീയവും കാരണമായിട്ടുണ്ടോ? ഈ ചെറിയ വണ്ടി ഇന്ത്യൻ ബിസിനസ് ലോകത്തിന് നൽകുന്ന വലിയ പാഠങ്ങൾ എന്തൊക്കെയാണെന്നും ടാറ്റയ്ക്ക് പറ്റിയ ആ ഒരു ചെറിയ തെറ്റ് എന്താണെന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. ചില സ്വപ്നങ്ങളുടെയൊക്കെ ജനനം അങ്ങനെയായിരിക്കും. ഒരു കനൽ പോലെ അത് മനസ്സിന്റെ ഉള്ളിലേക്ക് വന്ന് വീഴും. പിന്നെ നമ്മുടെ ഉറക്കം കെടുത്തും. ടാറ്റ എന്ന മനുഷ്യൻ വെറുമൊരു വ്യവസായി മാത്രമായിരുന്നില്ല. വരകളുടെ ലോകം നന്നായി അറിയാവുന്ന ഒരു ആർക്കിടെക്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. മഴയത്ത് റോഡിൽ തെന്നി വീണ ആ കുരുന്നുകളുടെ മുഖം അദ്ദേഹത്തിന്റെ ക്യാൻവാസിൽ ഒരു ചോദ്യചിഹ്നം പോലെ മാറുകയുണ്ടായി. ഇന്ത്യയിലെ സാധാരണക്കാരന് വെയിലിലും മഴയിലും തണലാകാൻ അന്തസ്സോടെ തല ഉയർത്തി യാത്ര ചെയ്യാൻ ഒരു 4 ചക്ര വാഹനം. ആ ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പെൻസിൽ തുമ്പുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. തുടക്കത്തിൽ അതൊരു കാറായിരുന്നില്ല. 2 ചക്രങ്ങൾക്ക് പകരം 4 ചക്രങ്ങളുള്ള ഒരു സുരക്ഷിത സ്കൂട്ടറായിരുന്നു ആ ഭാവനയിൽ ആദ്യം വിരിഞ്ഞത്. വശങ്ങളിൽ കമ്പിവേലികളുള്ള വണ്ടികളും വാതിലുകളില്ലാത്ത ബഗ്ഗികളും ആ സ്കെച്ച് ബുക്കിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ടാറ്റയ്ക്ക് വിട്ടുവീഴ്ചകൾക്ക് ഒരു മനസ്സില്ലായിരുന്നു. സാധാരണക്കാരന് നൽകുന്നത് കാറാണെന്നുണ്ടെങ്കിൽ അത് കാറ് തന്നെ ആയിരിക്കണം എന്നായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചാരത്തിൽ നിന്ന് ജർമ്മനിയെ കൈപിടിച്ചുയർത്തിയ ഫോക്സ് വാഗൺ ബീറ്റിലിനെ പോലെ, ഇറ്റലിയുടെ നിരത്തുകളെ കീഴടക്കിയ ഫിയറ്റ് 500നെ പോലെ ഇന്ത്യയുടെ സ്വന്തം ഒരു വിപ്ലവം. അതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ സ്വപ്നത്തിന് അദ്ദേഹം നൽകിയ വിലയാണ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത്. വെറും 1 ലക്ഷം രൂപ. ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ കാഷ്വലായി പറഞ്ഞുപോയ ആ ഒരൊറ്റ വാക്ക് പിന്നീട് ലോകത്തിന് മുന്നിൽ ടാറ്റയുടെ ഒരു വാക്ക് തന്നെയായി മാറി. 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ. തികച്ചും അസാധ്യമായ, ആഗോള വാഹന ഭീമന്മാർ പരിഹാസത്തോടെ നോക്കിയ, ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയർമാർ നെറ്റി ചുളിച്ച ഒരു സംരംഭം. പക്ഷേ വെല്ലുവിളികളെ ചരിത്രമാക്കാൻ ശീലിച്ച ടാറ്റയുടെ എഞ്ചിനീയറിംഗ് ടീം പൂനെയിലെ രഹസ്യ ലാബുകളിൽ അഹോരാത്രം പണിയെടുത്ത് ആ ദൗത്യത്തിന് അവർ നൽകിയ പേര് അതീവ മനോഹരമായ പേര്, നാനോ. ചെറുതെങ്കിലും സാങ്കേതിക വിദ്യയുടെ വിസ്മയമായി മാറി. ഇതുവരെ ലോകം കണ്ട കാറുകളിലൊക്കെ 4 6 സിലിണ്ടർ എഞ്ചിനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നാനോയ്ക്കായി അവർ നിർമ്മിച്ചത് വെറും 2 സിലിണ്ടറുകളുള്ള 624 cc എഞ്ചിനാണ്. കാറിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും ചെയ്യാത്ത ആ ഒരു കണ്ടുപിടുത്തത്തിലൂടെ മാത്രം ടാറ്റ സ്വന്തമാക്കിയത് 34 ആഗോള പേറ്റന്റുകളാണ്. മുൻപിലിരിക്കുന്ന എഞ്ചിനിൽ നിന്ന് പിറകിലെ ചക്രങ്ങളിലേക്ക് പവർ എത്തിക്കുന്ന ഡ്രൈവ് ഷാഫ്റ്റ് അവർ നാനോയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എഞ്ചിനെ അവർ കാറിന്റെ പിറകിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതോടെ നിർമ്മാണ ചെലവ് പകുതിയായി കുറഞ്ഞു എന്ന് മാത്രമല്ല, ഉള്ളിലിരിക്കാനുള്ള സ്ഥലം 21% വർദ്ധിക്കുകയും ചെയ്തു. ഒരു മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികൂടം പോലെ കാറിന്റെ ബോഡിയും പുറംഭാഗവും ഒരൊറ്റ ലെയറാക്കി മാറ്റി. ലോക ഓട്ടോമൊബൈൽ ചരിത്രം നെഞ്ചിൽ കൈവച്ച് നോക്കി നിന്ന നിമിഷങ്ങളായിരുന്നു അത്. അവർ വിലയെ അല്ല കുറച്ചത്, മറിച്ച് സാങ്കേതിക വിദ്യയെ സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സാങ്കേതിക വിദ്യ മാത്രം പോരല്ലോ, നിൽക്കുന്ന മണ്ണുകൂടി അതിന് അനുകൂലമാകണം. നാനോ എന്ന വിപ്ലവം പിറവിയെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ സിംഗൂർ എന്ന ഫലഭൂയിഷ്ടമായ മണ്ണായിരുന്നു. പക്ഷേ ആ മണ്ണിൽ വിരിഞ്ഞത് പ്രതീക്ഷകളൊന്നുമല്ല, മറിച്ച് പ്രതിഷേധത്തിന്റെ കനലുകളായിരുന്നു. ജനങ്ങളുടെ കണ്ണീരും രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളികളും ആ ഫാക്ടറി മുറ്റത്തെ യുദ്ധക്കളമാക്കി മാറ്റി. ഇരുമ്പിന്റെയും യന്ത്രങ്ങളുടെയും ശബ്ദത്തിന് മുകളിലൂടെ ബോംബുകളുടെയും മുദ്രാവാക്യങ്ങളുടെയും അട്ടഹാസങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം, 95% പൂർത്തിയാക്കിയ ഒരു സ്വപ്ന പദ്ധതി. പക്ഷേ സ്വന്തം ജീവനക്കാരുടെ ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ആ വലിയ മനുഷ്യന്റെ നെഞ്ച് വിതുങ്ങി. ഞങ്ങൾ ബംഗാൾ വിടുകയാണ്. ഹതാശനായി രത്തൻ ടാറ്റ പ്രഖ്യാപിച്ച ആ വരികൾ ഇന്ത്യൻ വ്യവസായ ലോകത്തെ ഒന്നടങ്കം നടുക്കി. സ്വപ്നങ്ങൾ പാതി വഴിയിൽ കരിഞ്ഞുപോയി എന്ന് ലോകം കരുതിയ നിമിഷം.
എന്നാൽ വിധി അവിടെ മറ്റൊന്നാണ് കരുതി വച്ചിട്ടുണ്ടായിരുന്നത്. അനിശ്ചിതത്വത്തിന്റെ ആ ഇരുട്ടിലേക്ക് പശ്ചിമ തീരത്ത് നിന്നും ഒരു സന്ദേശം എത്തുകയാണ്. ഗുജറാത്തിന്റെ മണ്ണിൽ നിന്നും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അയച്ച ഒരൊറ്റ വാക്ക്: സുസ്വാഗതം. ആ ഒരൊറ്റ വാക്ക് വെറുമൊരു ക്ഷണം മാത്രമല്ല, മറിച്ച് തളർന്നു പോയൊരു വലിയ സ്വപ്നത്തിന് ഇന്ത്യ നൽകിയ ജീവശ്വാസമായിരുന്നു അത്. ചരിത്രം ഗുജറാത്തിലെ സാനന്ദിലേക്ക് വഴിമാറിയപ്പോൾ നാനോയുടെ വിധിയിലും വലിയൊരു മാറ്റം സംഭവിച്ചിരുന്നു. ഒരു ഫാക്ടറി മുഴുവനായി അഴിച്ചെടുത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുക എന്നത് വെറുമൊരു യാത്ര മാത്രമല്ല, അത് സമയത്തോടുള്ള യുദ്ധം കൂടിയാണ്. ഈ പ്രതിസന്ധി നാനോയുടെ വിപണിയിലേക്കുള്ള വരവ് വല്ലാതെ വൈകിപ്പിച്ചു. ആ കാത്തിരിപ്പിനിടയിൽ ലോകം മാറി മറിഞ്ഞു. കാർ നിർമ്മിക്കുവാനുള്ള ഇരുമ്പിനും റബ്ബറിനും വില കൂടിയിട്ടും വാക്ക് കൊടുത്താൽ അത് വാക്ക് തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ച് രത്തൻ ടാറ്റ 1,00,000 രൂപയ്ക്ക് തന്നെ നാനോയെ കളത്തിലിറക്കി. ലോകമാധ്യമങ്ങൾ അതിനെ അത്ഭുതം എന്നാണ് വിളിച്ചത്. എങ്കിലും ആ സിംഗൂർ പ്രതിസന്ധി ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവുകൾ നാനോയുടെ ഉൽപ്പാദനത്തെ തുടക്കത്തിൽ തന്നെ തളർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആവശ്യക്കാർ ലക്ഷങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് യഥാസമയം വണ്ടികൾ എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. കാത്തിരിപ്പ് നീണ്ടപ്പോൾ സാധാരണക്കാരന്റെ ആവേശം നിരാശയ്ക്ക് വഴിമാറി. ബംഗാളിലെ ആ രാഷ്ട്രീയ കൊടുങ്കാറ്റ് നാനോയുടെ വേരറുത്ത് കളഞ്ഞു എന്ന് വേണം പറയാൻ. ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്താൻ കഴിയാതെ നാനോ മാറുകയും ചെയ്തു. നാനോ എന്ന വലിയ സ്വപ്നം വിപണിയിലെ വൻ വിജയങ്ങളിൽ നിന്നും കണ്ണീരോടെ പരാജയത്തിലേക്ക് വീണുപോയതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ നോക്കിയാൽ ഒരുപാടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയത്തെ ടാറ്റയും മാധ്യമങ്ങളും ചേർന്ന് ഒരു പേരിട്ട് വിളിച്ചു: ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ. അവിടെയാണ് നാനോയ്ക്ക് ഏറ്റവും വലിയ പിഴവ് പറ്റിയത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാർ എന്നത് വെറും ഒരു ഇരുമ്പ് കൂടല്ല, 4 ചക്രങ്ങളുമല്ല, അത് അവരുടെ വിയർപ്പിന്റെ വിലയാണ്. സമൂഹത്തിന് മുന്നിൽ അവർ നേടിയെടുത്ത അന്തസ്സിന്റെയും വിജയത്തിന്റെയും അടയാളം കൂടിയാണ്. എന്നാൽ നാനോ വാങ്ങിയ കസ്റ്റമർക്ക് സമൂഹം നൽകിയ ലേബൽ വേറൊന്നായിരുന്നു. അവർ ഓടിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയാണ് എന്നൊരു ലേബൽ. ആ ഒരൊറ്റ ചിന്ത കസ്റ്റമറുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചു. അതോടെ പീപ്പിൾസ് കാർ ആകേണ്ടിയിരുന്ന നാനോ വെറുമൊരു പാവങ്ങളുടെ വണ്ടിയായി മുദ്ര കുത്തപ്പെട്ടു. അന്തസ്സോടെ ഓടിക്കാൻ ആളുകൾ ആഗ്രഹിച്ച ആ ഒരു വണ്ടി ഒടുവിൽ ആരും വാങ്ങാൻ മടിക്കുന്ന ഒരു കോംപ്രമൈസ് മാത്രമായി മാറി. നാനോയുടെ യഥാർത്ഥ ആവശ്യക്കാർ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും ചെറിയ ടൗണുകളിലുമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ടാറ്റ അവരെ കാത്തിരുന്നത് നഗരങ്ങളിലെ തിളങ്ങുന്ന ആഡംബര ഷോറൂമുകളിലായിരുന്നു. ഒരു സാധാരണ ബൈക്ക് യാത്രക്കാരന് ആ ഗ്ലാസ് കൊട്ടാരങ്ങളിലേക്ക് കയറി ചെല്ലാൻ പോലും ഭയവും സങ്കോചവുമൊക്കെ ആയിരുന്നു. പോരാത്തതിന് പണമില്ലാത്ത സാധാരണക്കാരനെ ബാങ്കുകളും കൈവിട്ടു. വലിയ വരുമാനമില്ലാത്ത, കൃത്യമായ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ആ പാവങ്ങൾക്ക് ലോൺ നൽകുവാൻ ബാങ്ക് മടിച്ചു. സിംഗൂർ പ്രതിസന്ധി കാരണം വണ്ടിയുടെ പ്രൊഡക്ഷൻ വൈകിയപ്പോൾ മുഴുവൻ തുകയും അഡ്വാൻസ് അടച്ച് 1 വർഷം കാത്തിരിക്കൂ എന്ന് കമ്പനി കൂടി പറഞ്ഞപ്പോൾ സാധാരണക്കാരൻ്റെ കയ്യിലെ കാശും മനസ്സിലെ ക്ഷമയും ഒരേപോലെ തീർന്നുപോയി. നാനോയെ സ്വന്തമാക്കുക എന്നത് അവർക്ക് എളുപ്പമുള്ള ഒന്നല്ലാതായി മാറി എന്നത് ടാറ്റ തന്നെ വരുത്തി വെച്ചൊരു മിസ്റ്റേക്കാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ചില വിട്ടുവീഴ്ചകൾക്ക് വിപണി ഒരിക്കലും മാപ്പ് നൽകുകയില്ല. വില 1,00,000 ആക്കാൻ നാനോയുടെ എല്ലാ ഭാഗങ്ങളിലും ചെലവ് ചുരുക്കലുകൾ നടന്നു. പവർ സ്റ്റിയറിംഗ് ഇല്ല, എയർ ബാഗുകളില്ല, എൻജിൻ ശബ്ദമൊക്കെ കേട്ടാൽ ഓട്ടോറിക്ഷയാണെന്നൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സാധാരണക്കാരൻ ക്ഷമിക്കും. പുത്തൻ വണ്ടികളൊക്കെ റോഡിൽ വെച്ച് തന്നെ ആളിക്കത്താനൊക്കെ തുടങ്ങിയാലോ? ഷോറൂമിൽ നിന്ന് ഇറങ്ങി മിനിറ്റുകൾക്കകം ഒരു കുടുംബത്തിന് മുന്നിൽ വെച്ച് നാനോ കത്തിയമരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞാടുന്നു. അതിനു പിന്നാലെ ആഗോള സുരക്ഷാ ടെസ്റ്റായ ഗ്ലോബൽ NCAPയിൽ നാനോയ്ക്ക് ലഭിച്ചത് 0 സ്റ്റാർ സുരക്ഷയാണ്. വെറും 64 കിലോമീറ്റർ വേഗതയിൽ ചെന്ന് ഇടിച്ചപ്പോൾ തന്നെ കാറിന്റെ മുൻഭാഗം ഒരു പേപ്പർ കഷ്ണം പോലെ മടങ്ങിപ്പോകുന്നു. സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ബൈക്കിൽ നിന്ന് കാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച സാധാരണക്കാരന് മുന്നിലേക്ക് നാനോ ഒരു മരണക്കെണിയായി ചിത്രീകരിക്കപ്പെട്ടു. അതോടെ ആ സ്വപ്നത്തിന്റെ ചിറകുകൾ എന്നേക്കുമായി കരിഞ്ഞുപോയി എന്ന് വേണം പറയാൻ. എന്നാൽ തോൽവി സമ്മതിക്കുവാൻ അദ്ദേഹം തയ്യാറൊന്നുമായിരുന്നില്ല. വീണിടത്ത് നിന്ന് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ ടാറ്റ നാനോ അതിൻ്റെ പടച്ചട്ട അണിയുകയാണ്. അതായിരുന്നു ജെൻ-എക്സ് നാനോ. തനിക്കേറ്റ മുറിവുകളെല്ലാം ഉണക്കി ഒരു പുത്തൻ അവതാരമായി നാനോ വീണ്ടും ജനിച്ചു. കാറിന്റെ മുൻഭാഗം ഒരു പുഞ്ചിരി തൂകുന്നത് പോലെ രൂപകൽപ്പന ചെയ്തു. താൻ ഇനിയും തളർന്നിട്ടില്ല എന്ന പ്രഖ്യാപനമായിരുന്നു അതിലൂടെ നൽകിയത്. വില കുറഞ്ഞത് എന്ന പേര് മാറ്റാൻ ഓട്ടോമാറ്റിക് ഗിയർ, പവർ സ്റ്റിയറിംഗ്, തുറക്കാവുന്ന പിൻഭാഗത്തെ ഡിക്കി, അത്യാധുനിക മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം അതിൽ കുത്തി നിറയ്ക്കുകയും ചെയ്തു. ഇത് ദരിദ്രന്റെ വണ്ടിയല്ല, മറിച്ച് നഗരങ്ങളിലെ തിക്കും തിരക്കിൽപ്പെട്ട് എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് സിറ്റി കാർ ആണെന്ന് ടാറ്റ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ എത്രയൊക്കെ പോരാടിയാലും കാലവും വിധിയും നമുക്ക് അനുകൂലമായിരിക്കില്ല. നാനോയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയായിരുന്നു. നാനോ അതിൻ്റെ രൂപവും ഭാവവും മാറ്റിയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുപോയ ആ പഴയ ചീപ്പ് കാർ എന്നൊരു പ്രതിച്ഛായ മായ്ക്കുവാൻ
ആ കഠിന ശ്രമങ്ങൾക്കൊന്നും സാധിച്ചില്ല. വൻകിട കമ്പനികളുടെ വലിയ കാറുകളോട് മത്സരിക്കാൻ ആ കൊച്ചു പടയാളിക്ക് ശ്വാസം തികയാതെ വന്നു. ഷോറൂമുകളിൽ ആളുകൾ നാനോയെ നോക്കി പുഞ്ചിരിച്ചതല്ലാതെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ മടിച്ചു. വിപണിയിലെ വിൽപ്പനയുടെ ഗ്രാഫ് നാൾക്ക് നാൾ താഴേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 2018ഓടെ പുതിയ സുരക്ഷാ നിയമങ്ങളും മലിനീകരണ നിയന്ത്രണങ്ങളും വന്നപ്പോൾ ഇനിയും ഒരു മാറ്റത്തിന് ആ കൊച്ചു ശരീരത്തിന് കരുത്തില്ല എന്ന് ടാറ്റ തിരിച്ചറിയുകയാണ്. അങ്ങനെ നാനോയുടെ ഉൽപ്പാദനം ടാറ്റ അവസാനിപ്പിച്ചു. ആ തിരിച്ചുവരവിന്റെ ശ്രമം അവിടെ പരാജയപ്പെട്ടു. ഒരു യുഗത്തിന് അന്ത്യം അവിടെ കുറിച്ചു. ബിസിനസ്സിൽ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയേക്കാൾ ചിലപ്പോൾ ഉപഭോക്താവിന്റെ ആത്മാഭിമാനമാണ് വലുത് എന്നതാണ് നാനോ നൽകുന്ന ഏറ്റവും വലിയ ബിസിനസ് പാഠം. കാർ എന്നത് ഇന്ത്യക്കാർക്ക് ഒരു സ്റ്റാറ്റസ് സിംബൽ ആയിരുന്നിട്ടും അതിനെ ഒരു ദരിദ്രന്റെ വാഹനം പോലെ ചിത്രീകരിച്ചത് വിപണിയിലെ വലിയ തന്ത്രപരമായിട്ടുള്ള പിഴവായി മാറി. ബ്രാൻഡിംഗ് പാളിപ്പോയാൽ പുനർജനനം കഠിനമാണ് എന്നൊരു പാഠവും ഇത് നമുക്ക് നൽകുന്നുണ്ട്. ഒരു പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനിയും നഷ്ടം സഹിക്കാതെ ശരിയായ സമയത്ത് ആ പ്രോജക്റ്റ് അവസാനിപ്പിക്കുവാൻ ടാറ്റ കാണിച്ച ആ ഒരു വലിയ വിവേകവും ഒരു വലിയ ബിസിനസ് പാഠമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ പിൻവാങ്ങലാണ് പിന്നീട് നെക്സോൺ, ഹാരിയോൺ തുടങ്ങിയ വമ്പൻ വിജയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ടാറ്റയെ സഹായിച്ചതെന്ന് കൂടി നമ്മൾ വായിച്ചെഴുതണം. സോ കൂട്ടുകാരെ, വിപണിയിലെ കണക്ക് പുസ്തകങ്ങളിൽ നാനോ ഒരുപക്ഷെ നഷ്ടമായിരിക്കും. എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ നാനോ എന്നും ഒരു വിപ്ലവം തന്നെയാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിലും മാറ്റത്തിന്റെ വിത്തുപാകിയ ഒരു ധീരമായ പരീക്ഷണമായതെന്നും ഓർമ്മിക്കപ്പെടും. കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ അത് സ്വപ്നം കാണാൻ ഭയപ്പെടാതിരുന്ന ഒരു ഭാരതീയ ബ്രാൻഡിന്റെ ധീരമായ കഥയായി എന്നും രേഖപ്പെടുത്തും. അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഈ അത്ഭുത ലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള കൗതുകമുണർത്തുന്ന ശാസ്ത്ര സത്യങ്ങളും സാങ്കേതിക വിദ്യകളും വിരൽത്തുമ്പിൽ ലഭിക്കുവാൻ മൈ സയൻസ് ഗ്യാരേജ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വലിയ ഊർജം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും മികച്ചൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് വാക്ക് നൽകുന്നു. Until then, stay tuned to My Science Garage.